നിങ്ങളുടെ നാളെ 1201 തുലാമാസം 16-ാം തീയതി, അതായത് 2025 നവംബർ മാസം 2-ാം തീയതി ഞായറാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നാളെ ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6:56. നാളത്തെ രാഹുകാലം ഞായറാഴ്ച നിങ്ങൾക്കറിയാം, വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാണ് രാഹുകാലം. നാളെ ഞായറാഴ്ച നക്ഷത്രം പുരൂരുട്ടാതി നക്ഷത്രമാകും. നാളെ പുരൂരുട്ടാതി നക്ഷത്രം നിങ്ങൾക്കറിയാം, നാം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാത്ത നക്ഷത്രമാണ്. മുപ്പൂരം എന്ന് പറയുന്ന നക്ഷത്രത്തിൽ പെടുന്നു പുരൂരുട്ടാതി. എന്തൊക്കെയാണ് മുപ്പൂരങ്ങൾ? പൂരം, പൂരാടം, പുരൂരുട്ടാതി. ഈ 3 നക്ഷത്രങ്ങളും ഒരു ശുഭകാര്യങ്ങൾക്കും വിത്തിട്ടാൽ പൊടിക്കാത്ത, അല്ലെങ്കിൽ യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണെന്ന് നിങ്ങളറിയുക. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത്. യമ, രുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ട ഇവ. യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, തൃക്കേട്ട. പിന്നീട് ഈ 3 പൂരങ്ങളും. ഇതൊന്നും തന്നെ ശുഭകാര്യങ്ങൾക്കും യാത്രക്കൊന്നും നാം സ്വീകരിക്കാത്ത നക്ഷത്രങ്ങളാകുന്നു. നാളത്തെ തിഥികാലത്ത് 7:30 വരെ ഏകാദശി തിഥിയും, 7:30 കഴിഞ്ഞാൽ പിന്നെ ദ്വാദശി തിഥിയുമാകുന്നു. ഇതൊക്കെ തന്നെ വെളുത്തപക്ഷത്തിലെ തിഥികളാണ്. ചന്ദ്രൻ വളരെ ബലവാനായി വരുന്നു. പിന്നീടാണ് ദ്വാദശി കഴിഞ്ഞ് ത്രയോദശി, ചതുർദശി, അവസാനം നമ്മുടെ പ്രിയപ്പെട്ട പൗർണമി വരും. ശുഭകാര്യങ്ങൾക്കൊക്കെ പൗർണമിയും അമാവാസിയിലാണ് പ്രേതങ്ങളുമായി ബന്ധപ്പെടുന്ന വേർപാട് കർമ്മങ്ങളൊക്കെ നാം ആചരിച്ചു വരുന്നത്. നാളത്തെ നക്ഷത്രം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. പലപ്പോഴും ഈ ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ പുരൂരുട്ടാതി നക്ഷത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നാളത്തെ നക്ഷത്രത്തിൻ്റെ ആധിപത്യം ആർക്കാണ്? പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആധിപത്യം വ്യാഴത്തിനാണ്. അതിനാൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾക്കൊക്കെ തന്നെ നാളെ വളരെ വിശേഷമുണ്ട്. വിഷ്ണുവിന് തുളസിമാല, പാൽപ്പായസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ഏത് വിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നാളെ സന്ദർശിക്കാം. അവിടെ തുളസിമാല, പാൽപ്പായസം, അതുപ്രകാരം നാളെ നാരായണ കവചം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെടുന്ന വിഷ്ണു സഹസ്രനാമം ജപിക്കാം. ഞായറാഴ്ചയാകയാൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും വളരെ ഗുണമാണ്. ആദിത്യ ഹൃദയ മന്ത്രം ഏത് പ്രയാസങ്ങളെയും ഏത് സമ്മർദ്ദത്തെയും അതിജീവിച്ച ഒരു വ്യക്തിക്ക് മുമ്പോട്ട് പോകുവാനുള്ള അതിശക്തമായ മന്ത്രമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നാളെ വിഷ്ണു ക്ഷേത്ര ദർശനം, തുളസിമാല, പാൽപ്പായസം, തടസ്സങ്ങളുണ്ടെങ്കിൽ സുദർശന പുഷ്പാഞ്ജലി വഴിപാടെ സമർപ്പിക്കാവുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.